അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മാസമായ റബീഉൽ ആഖിറിലെ മനോഹരമായൊരു തിങ്കളാഴ്ച രാവിലെ നമ്മളുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് വേദനകളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട്. കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ ആണ്ടിൻ്റെ ദിവസം, അതുപോലെ 40 ആണ് 7 ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ഗോൾഡ് കോയിൻ ആർക്കാണ് ലഭിച്ചത് എന്നൊന്ന് പ്രഖ്യാപിക്കണ്ടേ? വേണ്ടേ? ഇൻഷാ അല്ലാഹ് ഇന്ന് ആ പേരൊന്ന് നമുക്ക് പ്രഖ്യാപിക്കണം. അർഹരായ ആളുകളിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ മദ്ഹ് പറയണം, അവരെല്ലാം രക്ഷപ്പെട്ട ദിക്റുകൾ ചൊല്ലണം, അവരുടെ മദദ് ലഭിക്കാൻ കാരണമാകുന്ന സിഫാത്ത് അസ്മാകളൊക്കെ ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായി ചൊല്ലുക, അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. യാ ശൈഖാനാ യാ ഖുതുബൽ അഖ്താബി യാ മുഹിയദ്ദീൻ യാ സയ്യിദി യാ മഖ്ദൂം അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹു 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 ഇർഹം അബ്ദുൽ ഖാദിർ ജീലാനി യാ സുൽത്താന സാലികീന യാ സയ്യിദൽ ആരിഫീന യാ സയ്യിദി യാ മഖ്ദൂം അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹു 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 ഇർഹം അബ്ദുൽ ഖാദിർ ജീലാനി യാ ബുർഹാനൽ ആശിഖീന യാ ഗൗസൽ ലിൽ മുസ്ലിമീന യാ സയ്യിദി യാ മഖ്ദൂം അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹു 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 ഇർഹം അബ്ദുൽ ഖാദിർ ജീലാനി യാ ഖുതുബൽ ലിൽ വാസിലീന യാ ഖിബ്ലതൽ ആലമീന യാ സയ്യിദി യാ മഖ്ദൂം അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹു 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 ഇർഹം അബ്ദുൽ ഖാദിർ ജീലാനി. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ മദദ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് ഹദിയകൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാന്മാരുടെ പേരിലുള്ള തിങ്കളാഴ്ച രാവിലെയൊക്കെ ഉള്ള സദസ്സാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹദിയ ചെയ്തവർക്കൊക്കെ അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ. അതിൻ്റെ എത്രയോ ഇരട്ടി അല്ലാഹു പകരം തരട്ടെ. ഈ സദസ്സിലേക്ക് ചെയ്യപ്പെടുന്ന ഹദിയകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ പടച്ചവനെ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അല്ലാഹുവിൻ്റെ മഹാന്മാർ രക്ഷപ്പെട്ട, പ്രവാചകന്മാർ രക്ഷപ്പെട്ട ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ ചൊല്ലണം, അസ്മാഉൽ ഹുസ്ന ചൊല്ലണം, അതുപോലെ കുറച്ച് ഇസ്മുകളും ചൊല്ലണം. എന്നിട്ട് മനോഹരമായി ദുആ ചെയ്യണം. അല്ലാഹു അതിനെല്ലാം തൗഫീഖ് നൽകട്ടെ. ദുആഇന് മുമ്പ് വിജയി ആരാണ്, അതായത് ഗോൾഡ് കോയിൻ ആർക്കാണ് ലഭിച്ചത് എന്നുകൂടെ നമുക്ക് പ്രഖ്യാപിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന മനോഹരമായ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ടല്ലോ, ഇസ്മുൽ ആലമാണ് എന്ന് പോലും പറയപ്പെടുന്ന ആ മനോഹരമായ ഇസ്മ 33 തവണ നമുക്കൊന്ന് ചൊല്ലാം. എന്ത് പ്രയാസത്തിനും പരിഹാരമാണ് ആ 2 നാമങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം
يا حي يا قيوم 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 لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين മമ്പുറം കുത്ബുസ്സമാനി സയ്യിദലവി തങ്ങളെ
ജാഹ് ബറക്കത്ത് കൊണ്ട് കാക്ക് റബ്ബേ ഞങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നൽവഴിയിലാക്കിടണേ നല്ലവർ പിന്നാലെ, നന്മയേറെ ചെയ്ത് തിന്മ പോക്കിട് ഫളലാലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കേളി കേട്ട മാരികൾ പേരുത്ത ഇക്കാലത്ത്, കേമരാം തങ്ങളെ കാവൽ ഏകിട് പേരൂത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കശ്ഫ് കറാമത്ത് ഏറ്റം ഏറിയ പുന്നാരെ, സയ്യിദരാം മാർഗമിൽ നീ ചേർത്തടേ സത്താരേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. തെറ്റുകുറ്റം മൂത്ത പാപിയുടെ കൽബാകത്തെ കുറ്റമറ്റതാക്കിടണേ മമ്പുറത്തെ മൂത്തേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മികവരാം കുത്തുബോരെ തെളിവുറ്റ പൂമുഖത്തെ, തമ്പുരാനെ കാട്ടിടണേ പിള്ളരിൽ മികത്തെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖായ ത്വാഹ തങ്ങളിൽ സ്വലാത്തേ, കൂടെ തസ്ലീം ചെയ്യണേ വാ ഹുസ്നു ഖാത്തിമത്തേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പല ആളുകളും കുടുക്കിൽപ്പെട്ടു പോയി, പല വിഷമങ്ങളിലാണ്. കടം കൊണ്ട്, സാമ്പത്തിക ബാധ്യത കൊണ്ട്, കുടുംബ വിഷയങ്ങൾ കൊണ്ട്, എല്ലാത്തിൽ നിന്നും രക്ഷ നേടാൻ മനോഹരമായ ഒരു ഇസ്മ നമുക്കൊന്ന് ചൊല്ലാം 33 തവണ. യാ ലത്തീഫു യാ അല്ലാഹ് 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 يا لطيف يا الله 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 يا لطيف يا الله. ഞങ്ങൾ ചൊല്ലിയ എല്ലാ ഇസ്മുകളുടെയും ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്.
ആദി ഔവൽ മഹിതരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദ്രിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ ഇഷ്ഖറിയാതെ പാപി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടുന്നിവർ ആശയായി ആഗ്രഹങ്ങളേറെയുണ്ട് കുബ്ബചാരത്തിൽ ചൊന്നിടാൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ അണയും നേരത്ത് കൈവെടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോരത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ ദിക്ർ ചൊല്ലിയതിൽ നിന്ന്, ക്ഷമിക്കണം, സ്വലാത്ത് ചൊല്ലിയതിൽ നിന്ന് ഒരാൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ. തെരഞ്ഞെടുപ്പ് ഇത്തിരി കഠിനം തന്നെയായിരുന്നു. പലരെയും ഫോൺ ചെയ്യേണ്ടി വന്നു. അവസാനം അല്ലേ, അങ്ങനെ ഒരാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ നിങ്ങൾ, അതായത് ഓരോരുത്തർ പറയുന്ന എണ്ണാണ് നമുക്ക് അറിയുള്ളൂ അല്ലേ, അല്ലാതെ ഇപ്പോൾ ഓരോരുത്തരുടെയും ഉള്ളു കീറി നമുക്ക് പരിശോധിക്കാൻ പറ്റൂല. പക്ഷെ എല്ലാവരും സത്യമല്ലേ പറയുള്ളൂ. മുത്തുനബിയുടെ പേരിൽ കളവാരും പറയൂലല്ലോ.
പിന്നെ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതാതിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഖുർആൻ എടുത്ത് ഓതുമ്പോൾ ഒരു ജുസ് തീരാൻ ചിലപ്പോൾ 1 മണിക്കൂർ മുക്കാൽ മണിക്കൂറിലേറെ 1 മണിക്കൂർ അടക്കമൊക്കെ വേണ്ടി വരും. എന്നാൽ പതിവായി ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യന് ചിലപ്പോൾ ഒരു ജുസ് തീരാൻ 15-20 മിനിറ്റ് മാക്സിമം മതി. എന്നതുപോലെ എപ്പോഴും സ്വലാത്ത് ഇങ്ങനെ വായിലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, എന്നും സ്വലാത്തിൽ ഇങ്ങനെ കഴിയുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒരുപാട് സ്വലാത്ത്, സാധാരണ നമ്മൾ കൗണ്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തൊക്കെ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയേക്കും അല്ലേ? അങ്ങനെ ചൊല്ലാൻ പറ്റിയേക്കും. ഇപ്പോൾ ഞങ്ങൾ ദർസി കാലഘട്ടത്തിലൊക്കെ ഈ പറയുന്ന റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ 20 ലക്ഷം സ്വലാത്തൊക്കെ ചൊല്ലി തീർത്ത മുത്തഅല്ലിമീങ്ങളായ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്കറിയാം, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, ചൊല്ലി തീർത്തിട്ടുണ്ട്. കൃത്യമായ കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു. 24 മണിക്കൂറൊന്നും ഇരുന്ന് ചൊല്ലിയിട്ടില്ല, 24 മണിക്കൂറൊന്നും ചൊല്ലിയിട്ടില്ല. ചൊല്ലും ചിലപ്പോൾ ഇച്ചിരി സ്പീഡ് കൂടുതലായിരിക്കും, എന്നാലും മുത്തഅല്ലിമീങ്ങളാകുമ്പോൾ അക്ഷരങ്ങൾ വിട്ടുപോകാതെ കറക്റ്റായിട്ട് ചൊല്ലുന്നുണ്ടാവും. ഒരു സമ്മാനം എന്നുള്ളതൊക്കെ അങ്ങനെ ഫോക്കസ് ചെയ്ത് ചൊല്ലാൻ എല്ലാത്തിലും അപ്പുറമുള്ളൊരു സമ്മാനം. നമ്മൾ സ്വലാത്തിൽ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹബീബായ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ആ ഹബീബിനെ കാണുക, അതിലപ്പുറം വലിയൊരു സമ്മാനം ഉണ്ടോ? ചൊല്ലിയവർക്കൊക്കെ അള്ളാഹു ഹബീബിനെ കാണാനുള്ള തൗഫീക്ക് നൽകട്ടെ. ദുനിയാവിലും നാളെ പരലോകത്തൊക്കെ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു ഗോൾഡ് കോയിൻ ലക്ഷ്യം വെക്കണ്ട. ആ ഗോൾഡ് കോയിനേക്കാൾ വലിയ ഒരു സ്വത്ത് ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നിങ്ങൾ ചൊല്ലിയത് മുത്ത് ഹബീബിന്റെ സ്വലാത്താണ്. അത് വേസ്റ്റ് അല്ല. അത് എന്ത് തമാശക്ക് ചൊല്ലിയാൽ പോലും സ്വീകരിക്കുമെങ്കിൽ പിന്നെ എന്തായാലും സ്വീകരിക്കൂലേ? അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഏതായാലും ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ, അവരുടെ പേര് ആയിഷ മൊയ്തീൻ എന്നാണ്. ആയിഷ മൊയ്തീൻ അവരാണ് റബീഉൽ അവ്വലിലെ 12 ദിവസത്തെ സ്വലാത്ത് ചൊല്ലിയതിൽ നിന്ന് വിജയിയായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരെയാണ്. നമ്മൾ വിളിച്ചന്വേഷിച്ചു, കൃത്യമായി അവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അർഹരായ ആളുകളിലേക്കാണ് അള്ളാഹു എത്തിച്ചു കൊടുത്തത് എന്ന് നമ്മളിങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മളിങ്ങനെ ഉറപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ കുടുംബത്തിനും നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തമായി ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, ഇൻഷാ അല്ലാഹ് അവരിലേക്ക് ഈ സമ്മാനം ഉടൻ തന്നെ വന്നെത്തുന്നതായിരിക്കും. അവരിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യും. ഇനി റബീഉൽ ആഖിറിൽ നമ്മൾ സമ്മാനം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സ്വബാഹുൽ ഖൈർ കൃത്യമായിട്ട് കാണുന്നവർക്കാണ് സമ്മാനം. എന്താണ് സമ്മാനം? റബീഉൽ ആഖിർ തീരുമ്പോഴേക്ക് 11,000 രൂപ 11,000 രൂപ സമ്മാനമുണ്ട്. എന്താ 11,000 രൂപ സമ്മാനം ആർക്കാ കിട്ടുക? നമ്മൾ സ്വബാഹുൽ ഖൈറിൽ കൃത്യമായിട്ട് പങ്കെടുത്ത് ഡെയിലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ ആൻസർ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ആൻസർ കമന്റ് ചെയ്യുന്നതിൽ നിന്ന്, എല്ലാ ദിവസവും കമന്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഉത്തരം കറക്റ്റ് ആയിരിക്കണം, എല്ലാ ദിവസവും കമന്റ് ചെയ്തിട്ടുണ്ടാകണം, പിന്നെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് 11,000 രൂപ ഇൻഷാ അല്ലാഹ് അവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും ഇല്ലേ? മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലായിരിക്കും ആ സമ്മാനം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് നമ്മുടെ ആ ഒരു സ്വലാത്തിന്റെ ചർച്ചകൾ നിർത്തുകയാണ് കേട്ടോ. ഇനി ആ ചർച്ചകളായിട്ട് മുമ്പോട്ട് പോകണ്ട. മുത്ത് ഹബീബിനെ വേദനിപ്പിക്കുന്ന ചർച്ചകൾ നമ്മൾ ചെയ്യേണ്ടതില്ല. ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമ്മളിങ്ങനെ കൃത്യം ഒരു സെക്കൻഡിൽ അത്ര നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല ലക്ഷ്യം വെക്കുന്നേ, മുത്ത് ഹബീബിന്റെ പേരിൽ ആരും കളവ് പറയില്ലല്ലോ, അങ്ങനെ ഒരു നല്ല ലക്ഷ്യം വെക്കുക. അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഗുണം കിട്ടും. നമ്മളിപ്പോൾ ഒരാൾ നമ്മൾ തള്ളിക്കളഞ്ഞു, ചിലപ്പോൾ അവര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അത്രയും സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിലോ നാളെ മുത്തുനബിയുടെ മുഖത്ത് നമ്മളെങ്ങനെ നോക്കും? ആ ഒരു ലക്ഷ്യമാണ്, ആ ഒരു സങ്കടമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിക്കണം. അവരെ വിളിച്ച് പലതവണ നമ്മൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യിപ്പിച്ചു. അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിട്ടുള്ളത്. ഏതായാലും അള്ളാഹു അവർക്കും നമുക്കൊക്കെ ഹബീബിന്റെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ വിശുദ്ധമായ റബീഉൽ ആഖിറിലെ ഈ മനോഹരമായ രാത്രിയിൽ ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ, തഹ്ലീലുകൾ, തസ്ബീഹുകൾ, നിന്റെ അസ്മാഉൽ ഹുസ്നയടക്കം എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. മനോവേദനകളുണ്ട് അല്ലാഹ്. എത്രയോ ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. കമന്റ് ബോക്സ് മുഴുവൻ ദുആ വസിയ്യത്തുകളാണ്
കാര്യങ്ങളാണ് തമ്പുരാനെ. എല്ലാം നീ അറിയുന്നവനാണല്ലോ അല്ലാ. എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ, നീ പൂർത്തീകരിക്കണേ റഹ്മാനേ. അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ എത്ര അസുഖബാധിതരാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. യാ റബ്ബനാ, മാരകമായ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. തളർന്നു പോകുന്ന അവസ്ഥകളിൽ നിന്ന് കാവലേകണേ അല്ലാ. പടച്ചവനെ, സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ, നീ തരല്ലേ തമ്പുരാനെ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അത്തരം മാരകമായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. യാ റബ്ബനാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. അത്തരം രോഗങ്ങളെ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ സ്നേഹിക്കുന്നവരിൽ, അതിൽ പങ്കാളികളാകുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ രാത്രി നല്ല നെയ്യത്തിൽ മഹാനായ ജീലാനി ശൈഖ് അവരുടെ പേരിൽ ഹദിയ ചെയ്തവരുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്തവരെ നീ ഏറ്റെടുക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, ഭാര്യക്കും അമ്മായി അമ്മക്കുമിടയിൽ, കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമിടയിൽ നീ ഐക്യം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ശൈത്വാനീയത്തിൽ നിന്ന് കാവലേകണേ അല്ലാ. പൈശാചിക ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാ ശൈത്വാനീയത്തും നീ ബാത്തിലാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ, ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. മാതാപിതാക്കളോട് അദബുള്ളവരാക്കണേ അല്ലാ. ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാ, ഉപ്പാടെ കോളറിന് പിടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. പടച്ചവനെ, കുടുംബത്തിൽ സമാധാനമില്ല, ഭർത്താവ് അവിഹിത ബന്ധത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞവരുണ്ട്, ഭാര്യയെ കുറിച്ച് കുറ്റം പറഞ്ഞവരുണ്ട്. യാ റബ്ബനാ, പരസ്പരം കുറ്റം പറയാത്ത നിലക്ക് സന്തോഷത്തോടെ ഖൈറായി ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഇണകളുടെ കുറ്റം പറയേണ്ടി വരുന്നൊരവസ്ഥയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, അവിഹിതങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. സിഹർ കൊണ്ട് ജീവിതത്തിന്റെ നട്ടം തിരിഞ്ഞുപോയ ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും നീ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിന് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാ, ഖൈറായ ഭവനം നൽകണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്ന ഭവനം പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. പലരും കടക്കെണിയിലാണല്ലാ, കടബാധ്യതകൾ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. എത്ര തന്നാലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ റബ്ബേ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. റഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസികളുണ്ട്, ജോലിയിൽ ഖൈർ നൽകണേ അല്ലാ. യാ റബ്ബനാ, കയ്യിലില്ലാതിരുന്നിട്ട് പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, അവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ, കൈവടിയല്ലേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകണേ അല്ലാ, ദരിദ്രനായി മരിപ്പിക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ, ഇണക്കം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. നിന്റെ കാവലേകണേ അല്ലാ. സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവർകളുടെ മദദ് നൽകണേ അല്ലാ, നുസ്റ നൽകണേ അല്ലാ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും കബറുകളിലാണ്, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ, കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ലാ. നാരകീയ അദാബുകളിൽ നിന്ന് കാവലേകണേ അല്ലാ, നീ കാവലേകണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ
ദയാലുവായ കരുണാവാരിധിയായ റബ്ബേ സ്വീകരിക്കണേ അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഇബാദത്തുകൾ കുറവാണ് അല്ലാ. നിന്റെ മഹാന്മാരുടെ മദദ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കുഞ്ഞുമക്കളെ യതീമുകളാക്കല്ലേ അല്ലാ. ജീവിച്ചിരിക്കുമ്പോ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മേഖലകളിലെല്ലാം നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുൻപ് പലയാവർത്തി മദീനയൊന്ന് കാണാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് താജ്ദാരേ മദീന സർവരേ ആലം സർക്കാരെ ദ്വാലം നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഖബൂൽ ചെയ്യണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആണ്ടാണ് 40 എന്നൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, യാ റബ്ബന എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എന്ത് ലക്ഷ്യം പറഞ്ഞാണോ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തത്, ഞാൻ പറഞ്ഞില്ലെങ്കിലും നിനക്കറിയാമല്ലോ അല്ലാ. ആ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ തമ്പുരാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.